കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാസ്റ്റിക് സോഡ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇത്രയും സാധനങ്ങളാണ് 80 രൂപയുടെ ഒരു കിറ്റിൽ എനിക്ക് കിട്ടിയത്. നമുക്കത് ഉണ്ടാക്കുന്നതിനായിട്ട് 300 മില്ലി വെള്ളത്തിൽ ഈ കാസ്റ്റിക് സോഡ, ഉപ്പ് പോലെ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ കാസ്റ്റിക് സോഡ, ഇതിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായി ഇളക്കി നല്ല ക്ലിയർ ആക്കി എടുക്കണം. പ്ലാസ്റ്റിക് പാത്രത്തിൽ തന്നെ ഇത് അലിയിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. വേറൊരു പാത്രത്തിൽ 600 മില്ലി വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ വെളുത്ത പൊടി, അത് ടാൽക്കം പൗഡർ ആണെന്നാണ് ഇവർ പറഞ്ഞത്. മണമൊന്നുമില്ല കേട്ടോ, നമ്മുടെ പൗഡറിൻ്റെ മണമൊന്നുമില്ല. അതും പിന്നെ നിറം, അത് രണ്ടും കൂടെ നമുക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിറം ഞാൻ ഇടുന്നുണ്ട്. നന്നായി യോജിച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കാസ്റ്റിക് സോഡ കലക്കി വെച്ചില്ലേ 300 മില്ലി വെള്ളത്തിൽ, അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചത് പെർഫ്യൂമാണ്. നമുക്ക് സോപ്പിന് നല്ല മണം വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള പെർഫ്യൂമാണ് ഒഴിച്ചത്. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിലാവുമ്പോൾ നമുക്കിത് മോൾഡിലേക്ക് ഒഴിക്കാം. മോൾഡിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച്, നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ എണ്ണ തേക്കൂലേ, അതുപോലെ ഒന്ന് എണ്ണ തേച്ചിട്ട് നമുക്ക് ഒഴിക്കാം. സോപ്പ് നമുക്ക് കട്ടിയാവുമ്പോൾ മുകളിൽ നിന്നും എടുത്തു മാറ്റാം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കിത് കട്ടിയായി കിട്ടി. 15 ദിവസങ്ങൾക്ക് ശേഷം ഉപയോഗിച്ച് നോക്കാനാണ് അവർ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി നോക്കുന്നുണ്ട്, ഇതിൻ്റെ പതയൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയണമല്ലോ. നല്ല പതയുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഇതുപോലെ കിറ്റ് കിട്ടുവാണെങ്കിൽ, സോപ്പ് കടകളിലൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.